ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്ലാക്ക് സ്പീറ്റി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് സെർവറിലാണ്. നമ്മൾ സോഡിയൊക്കെ സെർവർ പറഞ്ഞാൽ നമ്മളെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളൊരു സെർവർ തുടങ്ങിയിരുന്നു. അപ്പോൾ അതിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ വീഡിയോ ഇട്ടിട്ട് 6 മാസത്തോളമൊക്കെ ആയി. നമ്മൾ കുറച്ച് തിരക്കിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ചാനലൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനില്ല. മാത്രമൊന്നും ഇല്ല, എന്നാലും നമ്മൾ സെർവറിലാണ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ജസ്റ്റ് ചാനലും സബ്സ്ക്രൈബ് ചെയ്തിടുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും കണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മളെ വീട്. കുറേ വീട് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് പിന്നെ പൊട്ടിപ്പൊളിഞ്ഞതുകൊണ്ടൊക്കെ നമ്മൾ പിന്നെ ശരിയാക്കുക ചെയ്യാണ്ട് അങ്ങനെ ഡോറ് പൊളിഞ്ഞപ്പോൾ നമ്മളവിടെ ട്രാക്ക് ഡോർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു, മോബ്സ് ഒന്നും കയറാതെക്കാൻ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മേലൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീടൊക്കെ ആകെ പൊളിഞ്ഞു. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇട്ടേക്കാണ് ഇപ്പോൾ തൽക്കാലം. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യണിപ്പോൾ വീടിനല്ല. അതുകൊണ്ട് ഇപ്പോൾ വീട് നമ്മൾ പുതുക്കി പണിയും. അതുകൊണ്ടാണ് വീടുമൊക്കെ നമ്മൾ വല്ലാതെ പണിയെടുക്കാത്തത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മളെ വീടായിട്ട് വരുന്നത്. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും ഇതാണ് നമ്മളെ സ്ഥലം കാര്യങ്ങളൊക്കെ. ഇതിൽ നമ്മൾ ടീമായിട്ടാണ്, മീൻസ് ഇവിടെ ഈ സെൻറ്ററിൻ്റെ 4 ഭാഗത്തേക്കായിട്ടാണ് എല്ലാവർക്കും കൊടുത്തിട്ടുള്ളത്. അവിടെ നിന്നായിട്ട് നമുക്ക് പിന്നെ എന്ത് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് സെർവറിലുള്ളത്. നമ്മളെ സൈഡ് ഇതാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ ചെയ്തിട്ടുള്ളത് ഞാൻ കാട്ടി തരാം. നമുക്ക് സെർവറിൽ വീഡിയോ കാണുന്ന ആൾക്കാർക്കെങ്കിലും കയറണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് നമുക്ക് കയറാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ വീട് ഉണ്ടാക്കിയപ്പോൾ ഞാൻ വിചാരിച്ച മാതിരി ആയിട്ടുണ്ടായില്ല. പിന്നെ അവിടെ ഇവിടെയൊക്കെ പൊളിഞ്ഞുകൊണ്ട് പിന്നെ വീട് പുതുക്കി പണിയാന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നമ്മളിത് പുട്ടിയൊന്നും റെഡിയാക്കിയിട്ടില്ല. ഒരു കത്തിക്കൂട്ടം ഞാൻ അവിടെ ഇങ്ങനെ ഇട്ടേക്കാണ്. വൈറ്റിംഗ് ഹൗസൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ 2 കോമ്പിനേഷൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഇതിനായിട്ട് ബാമ്പു ഫാമൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ കാട്ടിത്തരാം. അപ്പോൾ ഇതെന്താ വെച്ചാൽ കണ്ട ഫാമൊക്കെ പോകണമെന്നൊരു കണ്ടോ. പക്ഷേ ഇത് നമ്മൾ കുറച്ച് ഇങ്ങനെ പൊട്ടാറ്റോയും ക്യാറ്റും അങ്ങനെ വെച്ചിരുന്ന ഒരു സ്ഥലമാണ്. ഇവർക്ക് പിന്നെ ട്രേഡിങ്ങൊക്കെ ഉണ്ടാക്കണം വിചാരിച്ചിനും പിന്നെ അത് മേലൊക്കെ തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചാണ്ട് ഇവിടെ ഒഴിവാക്കിയതാണ്. പിന്നെ അപ്പോൾ വേറെ എന്ന് പറയാനുള്ളത് ഗ്രാൻഡ് ഫാമിന്, പക്ഷെ ഇത് പുറത്ത് സ്പോൺ അയക്കണേ. ഇത് നല്ല എഫിഷ്യൻ്റാണ്, കുഴപ്പമില്ലാത്ത എഫിഷ്യൻ്റാണ്. ഇപ്പോൾ പുറത്ത് അങ്ങനെ സ്പോൺ ആയിട്ട് അറിയില്ല. കുഴപ്പമില്ലാത്ത എഫിഷ്യൻ്റാണ്. ഇത് ഇതിനെ തല്ലിക്കൊല്ലണം, ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഡൗട്ടുണ്ട്. കാരണം ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഭാഗത്തേക്ക് മാത്രം കുറച്ച് റെയിനിങ് ആയതുകൊണ്ട് തന്നെ നമ്മളെ സൗണ്ടിന് കുറച്ച് അനോയിങ് ആണ്. അതായത് ഒരു ചിലമ്പണ ഒന്നായിട്ടുള്ളൊരു സൗണ്ടാണ്. അതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ടില്ല നമ്മൾ ഡബ് ചെയ്യാണ്. അതായത് ഗെയിമിലെ പോലെ തന്നെ നിങ്ങൾക്ക് ഏകദേശമൊക്കെ തോന്നും. അപ്പോൾ ഇത് നമ്മളെ നേരത്തെ അയൺ ഗോളത്തിനെ തല്ലിക്കൊന്നുകൊണ്ട് തന്നെ അപ്പോൾ അയൺ ഫാം ശരിക്കും നല്ല വർക്കാവുണ്ട്. അപ്പോൾ നേരത്തെ ഇതാക്കിയപ്പോൾ 3 സ്റ്റാക്ക് അടുപ്പിച്ച് എത്രയായിരുന്നു. ഇപ്പോൾ ഇതും കൂടി ഡെഡായപ്പോൾ 3 സ്റ്റാക്കും 1 തന്നെ 4 അയണൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇത് നമ്മളെ സ്റ്റോറേജ് ഏരിയയാണ്. ഈ തീമിലാണ് നമ്മളെല്ലാം ചെയ്തിട്ടുള്ളത്. എല്ലാ ഫാമും ഇതൊക്കെ നമ്മൾ ഈ തീമിൽ തന്നെ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ പണി ഫുള്ള് കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ കുറേ വുഡൊക്കെ കിട്ടിയാണ്ട് കുറേ ചെസ്റ്റൊക്കെ അടുക്കി ചെയ്യാണ്ട് ബാക്കി ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ പിന്നെ ചെയ്യണം. അപ്പോൾ ബ്രീഡറും കാര്യങ്ങളൊക്കെ ഇതാണ് ശരിക്കും ഇവിടുന്ന് ഇനി നമ്മൾ കാട്ടിക്കൊടുത്ത് തുടങ്ങേണ്ടത്. പക്ഷേ നമ്മൾ അവിടുന്ന് തുടങ്ങിയത് കുഴപ്പമില്ല. ഇവിടെയാണ് നമ്മളെ ബ്രീഡറും കാര്യങ്ങളൊക്കെ വരുന്നത്. ബ്രീഡർ ഇപ്പോൾ നമ്മൾ തൽക്കാലം ഇങ്ങനെ ബെഡൊക്കെ പൊട്ടിച്ച് ഓഫാക്കിയിട്ടേക്കാണ്. കാരണം ഇവിടെ ഈ ബ്രീഡറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ചെറിയൊരു ലാഗ് മാതിരി, അതായത് കുറേ വില്ലേജസ് ഫോണായിട്ട്. അപ്പോൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ മാത്രമുള്ള ലാഗ്, പിന്നല്ല. അപ്പോൾ അതുകൊണ്ട് അത് സ്റ്റോപ്പാക്കി വെച്ചേക്കാണ്. ഞാൻ ഇത്തെ വില്ലേജർ കയ്യോളം. പിന്നെ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ബാമ്പു ഫാമിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അവിടെ ഇങ്ങനെ ഈ പൊട്ടുന്ന സാധനം അവിടെ തന്നെ ഇങ്ങനെ വീണ് കിടക്കുകയാണ്. അപ്പോൾ അത് ചിലത് ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ഇങ്ങോട്ട് വരും ചെസ്റ്റിക്ക്, ചിലത് അവിടെ ഇങ്ങനെ തങ്ങിക്കും. പിന്നെ ക്ലിയർ ലാഗിൻ്റെ സംഭവം ഉണ്ടാവുകൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഡിസ്പോണായി പോവുകയും ചെയ്യും. അപ്പോൾ അത് നേരെ ഇങ്ങനെ വന്ന് പൊട്ടി വെള്ളത്തിൽ ഇങ്ങനെ ചാടാൻ എന്തെങ്കിലും ട്രിക്ക് നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയുകൊണ്ടു. അത് അവിടെ തങ്ങി നിൽക്കാതെ ഇങ്ങോട്ട് ചാടാൻ എന്തെങ്കിലും ട്രിക്ക് അറിയുകയാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരിക. അപ്പോൾ ഇവിടെ നമ്മളെ സംഭവങ്ങൾ ഇത്രേ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇനി നമ്മൾ ടീം ബ്രില്യൻസ്, അതായത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ടീമാണ്. അപ്പോൾ ഓല ബേസ് നമുക്കൊന്ന് കാണാം. ഇത് ഓല ബേസ് ഇങ്ങനെ പൊങ്ങിക്കുന്ന സംഭവമാണ്. ഇവിടെ ഇങ്ങനെ ആയിട്ട് ഓല 2 ആക്കില്ല, ഓരോരോ പെരാളുണ്ട്. ഓരോ ടീമിൽ 3 ആളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇവിടെ മേലെ വരികയാണെങ്കിൽ ഇങ്ങനെ ഒരു വലിയൊരു ഫീൽഡ് ഉണ്ട്, മറ്റേതിൻ്റെ കൃഷി ചെയ്യാനൊക്കെ ഇത്. പിന്നെ അവിടെ ആയിട്ട് അത് കാണുന്നത് അതുപോലെ ട്രേഡിങ് ആൾ, അതിൻ്റെ അപ്പുറത്ത് ക്യാറ്റ് ഫാം, പിന്നെ പംകിനും വാട്ടർമെലോണൊക്കെ ഉള്ളൊരു ഫാം. പിന്നെ ഇവിടെ ഇങ്ങനെ ആയിട്ട് ഒരു ഷുഗർ കെയിൻ ഫാം ഉണ്ട്. ഇവിടെ അത്രയൊക്കെ ഉള്ളൂ. അല്ല, ഇവിടെ പിന്നെ ഒരു വില്ലേജ് ബ്രീഡറും കൂടി ഉണ്ട്. ആ വില്ലേജ് ബ്രീഡർ ഇവിടെ നിന്നാണ് നമുക്ക് ബ്രീഡറിന് ഉണ്ടാക്കാല്ലേ വില്ലേജറിനെ നമ്മൾ കൊണ്ടുപോയിരുന്നത്. കാരണം നമ്മൾ ഒന്നുകൂടി ഒരുപടി മുമ്പിലേനും
നമ്മൾ പോലെ ഇപ്പോൾ എത്തും, ചിലപ്പോൾ എത്തും എന്തായാലും എത്തും നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കുറച്ച് ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചിക്കനും കവുമൊക്കെ ചെയ്യാണ്ട്. പിന്നെ ഇവിടെ പോലെ ചെസ്റ്റ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ടീമിൻ്റെ ഒരാൾ വരെയാണ്. ഇവിടെ ഇങ്ങനെ മഡ് ഫോം അതിൻ്റെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, പല ഡോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ടീമേറ്റ് നമ്മൾ അതിലേക്ക് ജോയിൻ ആയിട്ടുണ്ട്. അപ്പോൾ ഓനവിടെ ഇടയ്ക്ക് ഉണ്ടാവും, നമുക്ക് ബാക്കിയുള്ള കാണാം. അപ്പോൾ ഇതാണ് പോലെ മോപ്പ് ഫാം പറയുകയാണെങ്കിൽ നല്ല എഫിഷ്യൻറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പോൾ ക്രീപ്പറും ഇപ്പം നമ്മൾ ജസ്റ്റ് വന്നപ്പോൾ തന്നെ ഇങ്ങനെ ചേർന്നുണ്ട്, കുറച്ച് എഫ് അതിലേറെ കിട്ടും. പിന്നെ അതുപോലെ മെഗാ അയൺ ഫാമാണ് നമ്മൾ വേറെ 4 ഇരട്ടി വലിപ്പമുണ്ട്. 4 ഇരട്ടി പറയുമ്പോൾ നമ്മളത് ഒരു 5 വില്ലേജറിനെ വെച്ചുകൊണ്ടുള്ള ചെറിയ അയൺ ഫാമാണ്. പിന്നെ വലുത് 20 വെച്ചുകൊണ്ടില്ലാണ്. ഇത് പിന്നെ ക്യാമലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ സംഭവം കാട്ടി തരാണ്ട് ഒരു പോലെ ഹോയ്സ് ഫാമിൻ്റെ വന്നിട്ട് സംഭവമുണ്ട്, ഹോയ്സ് ആട് അങ്ങനെ സംഭവമുണ്ട്. അപ്പോൾ അതെവിടെ വെച്ചാൽ ഇതിൻ്റെ അടിയിലായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ തൊട്ടടിയിൽ ഓല ടീം ഉണ്ടാക്കിയാണ്. അപ്പോൾ ഇതാണ് വരുന്നത് ഹോയ്സ്. ഇതിലൊരു 3 ഹോയ്സ് ഉണ്ട്, ഗോൾഡൻ ആർമറൊക്കെ. ഇത് ഇച്ച് പേഴ്സണലി നല്ലൊരു ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. കാരണം എന്താ അറിയില്ല, നല്ല രസമല്ലേ ഇങ്ങനെ കാണാൻ. അതായത് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ കുറച്ച് പ്ലെയിനായ സ്ഥലത്ത് ഇങ്ങനെ മരമൊക്കെ വെച്ചാണ്ട് ഫെൻസൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം, നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്, നമുക്ക് ഉണ്ടാക്കണം. ഇവിടെ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മളെ സെർവറിൽ ഇങ്ങനെ കാണിക്കാൻ മാത്രമല്ലേ. പിന്നെ അപ്പുറത്തൊരു ഷോപ്പിംഗ് ഏരിയ എന്നിട്ട് സംഭവം ഉണ്ട്, പക്ഷേ കാണിക്കാൻ മാത്രം ഉണ്ടോയെന്നില്ലേ അറിയില്ല. കാരണം പ്ലാറ്റ്ഫോം ഇങ്ങനെ പണിഞ്ഞിട്ടിട്ടുള്ളൂ. പിന്നെ ഇതൊരു കോബിൾ സ്റ്റോൺ ജനറേറ്ററാണ്. പിന്നെ അത്രയൊക്കെ തന്നെ ഉള്ളൂ കാണിക്കാൻ, പ്രത്യേകിച്ച് പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ ഇപ്പോൾ പറയാൻ അറിയുമ്പോൾ അതിൻ്റെ പണിയൊക്കെ ഇനി ബാക്കിയുണ്ട്. അയൺ ഫാം ഇപ്പോൾ വർക്കിംഗ് ആണ്, കാരണം അപ്പുറത്തൊന്നുമില്ല. പിന്നെ ഈ സ്റ്റോറേജ് ഏരിയൻ്റെ അടിയിലായിട്ട് വലിയൊരു ഹോൾ തന്നെ, അവിടെ ടെറാഫോം ചെയ്ത് കാരണം കൊണ്ട് അവിടെ വലിയൊരു ഹോൾ തന്നെ ഇനി. അപ്പോൾ അത് നമ്മൾ ഒക്കെ നിറച്ചെടുത്തപ്പോൾ അതിൻ്റെ അടിയിൽ വലിയൊരു ഹോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ സ്മോണായിട്ട് കുറച്ച് നേരം ഇങ്ങനെ വർക്ക് ചെയ്യാതൊക്കെയുണ്ട്. അപ്പോൾ നമ്മൾ ഇതാണ് ക്ലിയർ ലാഗ് കാരണം ഈ റിമൂവ് 5 എൻറ്റിറ്റീസ് പറഞ്ഞില്ലേ, അതിങ്ങനെ എന്തെങ്കിലും ഡ്രോപ്പ് ചെയ്ത് കിടക്കണമെങ്കിൽ അതാവും. അപ്പോൾ അയൺ ഫാം നല്ല പക്ക വർക്കിംഗ് ആണ്. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. ഷെയർ ചെയ്യണമെന്നൊന്നും ഞാൻ പറയണില്ല. പിന്നെ വീഡിയോ ഇടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.